السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ മാനവരാശിയുടെ നിലനിൽപ്പിന് വേണ്ടി, ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഒരുപാട് അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ സംവിധാനിച്ചിട്ടുണ്ട്. അതിന്റെ പരിരക്ഷണം, അതിനെ നല്ല രൂപത്തിൽ സംരക്ഷിച്ചു പോവൽ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്നുള്ള സന്ദേശമാണ് ഇന്നത്തെ ഖുത്ബയിലൂടെ പരാമർശിച്ചിരിക്കുന്നത്. ഈ ലോകത്തിന്റെ ക്രമീകരണം വളരെ നല്ല നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു. വിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു തആല പറയുകയാണ്, ഇന്ന ഫി ഇഖ്തിലാഫിൽ ലൈലി വന്നഹാരി വമാ ഖലഖല്ലാഹു ഫിസ് സമാവാതി വൽ അർദ് ലആയാതിൻ ലിഖൗമി യത്തഖൂൻ. രാപ്പകലുകൾ മാറി വരുന്നത് അല്ലാഹു ആകാശ ഭൂമിയിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള വസ്തുക്കളിലും അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ആളുകൾക്ക് മഹത്തായ ദൃഷ്ടാന്തമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു തആല പറയുകയാണ്. വളരെ കൃത്യമായ രൂപത്തിൽ രാവുകളും പകലുകളും മാറി വരികയാണ്. ഇതൊന്നും ഒരിക്കലും തനിയെ സംഭവിക്കുന്നതല്ല. കൃത്യമായ ചലനങ്ങളും കൃത്യമായ രീതിയിലുള്ള സംവിധാനങ്ങളും ഉള്ളതുകൊണ്ടാണ് ഈ ഒരു വിസ്മയാവഹമായ സംഭവം, അത്ഭുതകരമായ കാര്യങ്ങൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ വലിയൊരു ശക്തിയുണ്ട് എന്ന് ഏത് ബുദ്ധിയുള്ളവനും കണ്ടെത്താനും മനസ്സിലാക്കാനും കഴിയും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് ലആയാതിൻ ലിഖൗമി യത്തഖൂൻ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഇത്തരം സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ വലിയൊരു ദൃഷ്ടാന്തമാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ മാനവരാശി നിലനിൽക്കാൻ വേണ്ടി ഒരുപാട് അനുഗ്രഹങ്ങൾ, ജീവിക്കാൻ ഉതകുന്ന ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. ഹുവ അൻശഅകും മിനൽ അർദി വസ്തഅമറകും ഫീഹാ. ആ അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളെ ഇവിടെ ജീവിക്കുവാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കി തന്ന് സംവിധാനിച്ചു കൊണ്ടുപോകുന്നവൻ അല്ലാഹുവാണ്. വൽ അർദ വദഅഹാ ലിൽ അനാം ഫീഹാ ഫാകിഹത്തുൻ വൻ നഖ്ലു ദാതുൽ അക്മാം. ഭൂമിയെ ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്, അതിനെ ക്രമപ്പെടുത്തി വെച്ചിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വൽ അർദ വദഅഹാ ലിൽ അനാം ഫീഹാ ഫാകിഹത്തുൻ വൻ നഖ്ലു ദാതുൽ അക്മാം. അതിൽ നല്ല പഴവർഗ്ഗങ്ങൾ, കൂമ്പകളുള്ള ഈത്തപ്പന വൃക്ഷങ്ങൾ തുടങ്ങി വലിയ അനുഗ്രഹങ്ങൾ, നമുക്ക് ജീവിക്കാൻ വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ അല്ലാഹു നമുക്ക് നൽകി, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നൽകിയതിന്റെ ശേഷം, ഇവിടെ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കിയതിനു ശേഷം അവിടെ അതിനെ മോശപ്പെടുത്താനോ കളങ്കപ്പെടുത്താനോ ഇവിടെയുള്ള അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങളെ
അതിന്റെ ശരിയായ രൂപത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ഒന്നും ആരും ശ്രമിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഉപദേശവും അല്ലാഹു തആല നൽകുകയാണ്. വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ. ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഇതിന്റെ സന്തുലിതാവസ്ഥക്ക് വിരുദ്ധമാകുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇവിടെ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, അല്ലാഹു നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന നിഅമത്തുകൾ അതിനെ വേണ്ട രൂപത്തിൽ ചെലവഴിക്കാനും നമുക്ക് ആവശ്യമാകുന്ന രൂപത്തിൽ അതിനെ കൊണ്ട് നടക്കാനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി അതിനെ വിനിയോഗിക്കാനോ അമിത വ്യയം നടത്താനോ ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. അല്ലാഹു നമ്മളോട് മുന്നറിയിപ്പ് നൽകുകയാണ്, നിങ്ങൾ വലാ തുസ്രിഫു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ ഒരിക്കലും അനാവശ്യമായി ചെലവഴിക്കാൻ പാടില്ല. ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കാം. അനാവശ്യമായി ദൂർത്തടിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കലും പാടില്ല. അല്ലാഹുവിന് അത് ഇഷ്ടമല്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇവിടെ ഈ അനുഗ്രഹങ്ങളൊക്കെ നിലനിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള സംവിധാനങ്ങൾ അത് നിലനിൽക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ ഔ യസ്റഉ സർഅൻ ഫയഅഖുലു മിൻഹു തയ്റുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ ഇല്ലാ കാന ലഹു ബിഹി സദഖ. നമുക്ക് പറ്റുന്ന രൂപത്തിൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിന് വേണ്ടി, ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം. ആരെങ്കിലും ഒരു മരത്തെ നടുകയും അല്ലെങ്കിൽ ഒരു കൃഷി ചെയ്യുകയും അതിൽ നിന്ന് പക്ഷിയോ മനുഷ്യരോ ഏതെങ്കിലും മൃഗങ്ങളോ അതിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്താൽ അതിന് വലിയൊരു സദഖയുടെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഉപജീവന മാർഗങ്ങളും സംവിധാനിച്ചു. വലഖദ് മക്കന്നാകും ഫിൽ അർളി വജഅൽനാ ലക്കും ഫീഹാ മആയിഷ്. നിങ്ങളെ ഇവിടെ സുഖകരമായ രീതിയിൽ ജീവിക്കാൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുണ്ട്. വജഅൽനാ ലക്കും ഫീഹാ മആയിഷ്. ഉപജീവന മാർഗങ്ങൾ വേണ്ടുന്ന സാധനങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ. ഈ ഭൂമിയിൽ നല്ല ജീവിക്കാൻ, നല്ല മുന്നോട്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു വെച്ചിട്ടുണ്ട്. വമതാഉൻ ഇലാ ഹീൻ. ഒരു നിശ്ചിത സമയം വരെ ഓരോരുത്തരും ഇവിടെയുള്ള കാര്യങ്ങൾ അനുഭവിക്കാനും അത് ആസ്വദിക്കാനുമുള്ള ഒരു അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി. ഈ അനുഗ്രഹങ്ങളെ, ഈ നിഅമത്തുകളെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. അതിന്റെ സംരക്ഷണത്തിന് വേണ്ടി, അതിന്റെ നല്ല നിലനിൽപ്പിന് വേണ്ടി നമ്മളൊക്കെ പരിശ്രമിക്കണം എന്നുള്ള മഹത്തായ സന്ദേശമാണ് ഇന്നത്തെ ഖുതുബയിലൂടെ നാം കേട്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി ചെയ്യുന്ന നന്ദിയുള്ള അടിമകളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.